ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. ഇത് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ സെമിസ്റ്റർ ഏറ്റവും അനുഗ്രഹമാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം ഈ സെമിസ്റ്ററും കഴിഞ്ഞ സെമിസ്റ്ററുകളൊക്കെ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നമ്മൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന ഈ പുതിയ സെമിസ്റ്ററും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പുതുതായി ജോയിൻ ചെയ്തവർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോകുകയാണ്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നമ്മുടെ ഇന്ന് ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകാൽ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അല്ലെങ്കിൽ അവരെ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, കഴിഞ്ഞ ഒരു സെമിസ്റ്റർ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹത്തോടെ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. ഈ പുതിയ സെമിസ്റ്ററും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനായി സ്തോത്രം, പുതുതായി ജോയിൻ ചെയ്യുന്നവർക്കായി സ്തോത്രം, തുടർമാനമായി ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിനായി സ്തോത്രം. പ്രത്യേക കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ട് സകലമാനവും മഹത്വം അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ ഇനാഗുരൽ സർവീസ് തുടങ്ങുകയാണ്. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരു സെമിസ്റ്ററിൽ തുടർമാനമായി പഠിച്ചവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ നമ്മളോടുള്ള ഈ യാത്ര ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയലിന് അല്പം തിരക്കുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ കർത്തവ്യം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ കൊയർ ഒരു ടെക്നിക്കൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ അവർ അൺമ്യൂട്ട് ചെയ്തൊരു പാട്ട് പാടും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ഈ ഇനാഗുറേഷൻ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. കൊയർ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. അവർ റെഡിയല്ലെന്ന് തോന്നുന്നു. എന്നാൽ സ്തോത്രം, അവര് പിന്നീട് പാടിക്കോളും. അവര് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളില്ല. നിന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ.
എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. കർത്താവിന്റെ ദാസൻ, നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ഷാജി കെ ഡാനിയേൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ സെമിസ്റ്ററിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഞങ്ങളെയൊക്കെ പരിചയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. തനിക്ക് വേറൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് താനിപ്പോൾ ചില വാക്കുകൾ പറഞ്ഞ് ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ വർഷത്തെ സെമിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ലാലു, നമ്മുടെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ വൈസ് പ്രസിഡന്റായി കഴിഞ്ഞ വർഷങ്ങളിൽ സുത്രഹമായ സേവനം അനുഷ്ഠിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ നമ്മുടെ ചില ഫാക്കൽറ്റീസ്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG മാത്യു സാർ, ഡോക്ടർ CV ആൻഡ്രൂസ്, അവരൊക്കെ ജോയിൻ ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്ന് ഈ സൂ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായതുകൊണ്ട് ചിലർക്ക് ഞങ്ങൾക്കൊക്കെ ഇവിടെ പകലാണിപ്പോൾ, നിങ്ങൾക്കൊക്കെ അവിടെ രാത്രിയായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ ഒരു വർഷത്തെ CTH കോഴ്സസ് കൊടുത്തിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കേഷനും എല്ലാം ലഭിച്ച പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം നമ്മളിപ്പോൾ തുടങ്ങുന്ന ഈ സെമസ്റ്റർ അതൊരു 6 മാസത്തെ കോഴ്സാണ്. അത് ഡിസംബറോടുകൂടി ഈ കോഴ്സ് തീരും. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം CTH കിട്ടിയവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് നിങ്ങളുടെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ലെവലാകുമ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഒരു BTH ഡിഗ്രി കിട്ടുന്നത് വളരെ വാല്യുബിൾ ആണ്, അത് അക്രഡിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അനുഗ്രഹീതരായ ദേവദാസന്മാരും പുതിയ പുതിയ സബ്ജക്റ്റുകളുമാണ് ഈ വർഷം പഠിക്കുന്നത്. നിങ്ങൾ ഫ്ലയർ കാണുമല്ലോ, ഏതൊക്കെ ടീച്ചേഴ്സാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഓരോ ദിവസവും മൺഡേ മുതലുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ അനേകർ എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ പല
നല്ല വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ എൻകറേജ് ചെയ്ത് അതൊരു വലിയ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ കോളേജ് തുടർമാനമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഇത് കോർഡിനേറ്റ് ചെയ്യുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവത്തിൻ്റെ കൃപയും അനേകമായ സമയവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി കമ്മിറ്റഡായ ഒരു കൂട്ടം അഡ്മിനിസ്ട്രേറ്റേഴ്സും അനുഗ്രഹീതരായ ടീച്ചേഴ്സിനെയും കർത്താവ് ഈ വർഷം നമുക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ടീച്ചർമാരൊക്കെ വളരെ പ്രിപ്പയർ ചെയ്ത് അനേക അവേഴ്സ് ദൈവസന്നിധാനത്തിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു ശുശ്രൂഷയായിട്ട് അവർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ ചർച്ചകൾക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ, ദൈവരാജ്യം നമ്മളോട് വളർത്തപ്പെടുവാൻ കർത്താവ് ഈ കോഴ്സുകൾ മൂലം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമായാൽ മൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്കെഡ്യൂൾ ചെയ്ത് നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലയേഴ്സ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം വിശദമായി എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു വളരെ തിരക്കേറിയ ഒരു ദൈവദാസൻ, അതിനിടയിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഒരു വിഘ്നവും കൂടാതെ ഇത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് നടത്തുന്നു? ദൈവവചനം, ദൈവരാജ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ വളരണം. അനേകർ കർത്താവിനെ കാണണം. സുവിശേഷം എല്ലാ ഇടങ്ങളിലും എത്തണം. ആമീൻ. കർത്താവിൻ്റെ രാജ്യത്തിന് അംശങ്ങളായ അനേകരെ നമ്മൾ വാർത്തെടുക്കണം. അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്ന താല്പര്യപ്പെടുന്നത്. പഴയ സ്റ്റുഡൻസ് അനേകരെ ഞാൻ കാണുന്നു, പുതുതായി കടന്നു വന്നവരുണ്ട്. നിങ്ങൾ കഴിവതും കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് ജോയിൻ ചെയ്യിക്കണം. നിങ്ങളുടെ നമ്പർ നമുക്ക് ഇട്ട് തന്നാൽ മതി. എനിക്കോ ലാലു പാസ്റ്ററിനോ അവരുടെ വാട്സാപ്പ് നമ്പർ ഇട്ട് തന്നാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യാം. നിങ്ങൾ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഈ വർഷം, ഈ 6 മാസം വളരെ അനുഗ്രഹീതമായ നിലയിൽ പഠിക്കുവാൻ ദൈവമായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന അതേ സമയത്തിന് ഈ മാസം തന്നെ നമ്മളുടെ പത്തനംതിട്ടയിലുള്ള ബൈബിൾ കോളേജിൽ അവിടെ വന്ന് പഠിക്കുവാനുള്ള കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആരെങ്കിലും കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ 3 വർഷം അവിടെ നിന്ന് പഠിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ അറിയിക്കാട്ട്, അവരെ വിട്ടാട്ട് ഈ മാസം അവസാനത്തേക്ക് മെയിനായിട്ട് ഇംഗ്ലീഷ് മീഡിയമാണ് ആ ക്ലാസ്സുകൾ നടക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരെയും ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഇംഗ്ലീഷിലായിരിക്കും അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അവിടെ നിന്ന് പഠിച്ച് 3 വർഷം പഠിച്ച് ഡിഗ്രി എടുത്ത് മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതെല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ചിലവ് ഫീസുകളോ അതിൻ്റെ ഫീസോ അതിൻ്റെ അക്കോമഡേഷനോ ഫുഡിനോ ഒന്നും ഒരു പൈസ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. എല്ലാം അത് ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുവാൻ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ക്യാമ്പസ് നിങ്ങൾ വന്ന് കണ്ട അനേക പ്രിയപ്പെട്ടവരുണ്ടാകും. നമ്മുടെ ഗ്രാജുവേഷൻ വന്നവർ നമ്മുടെ ക്യാമ്പസ് അവിടെ കണ്ടു കാണുമല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പസ് പത്തനംതിട്ട ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വർഷം ഡിസംബർ ആകുമ്പോഴത്തേന് നിങ്ങളുടെ ഗ്രാജുവേറ്റ് ചെയ്യേണ്ടവർക്ക് അവിടെ വന്ന് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള അവസരവും നമ്മൾ ഒരുക്കും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മീറ്റിങ്ങിന് എനിക്ക് കടന്നു പോകണം. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ കൂടെ കാണും. അതിനുശേഷം ഞാൻ കടന്നു പോയതുകൊണ്ടാണ് പ്രാരംഭമായി ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഇതൊരു നമ്മുടെ ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവം നമുക്ക് തന്നു. കഴിഞ്ഞ വർഷം നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ചാപ്പൽ സർവീസ്, എല്ലാ ശനിയാഴ്ചയും ചാപ്പൽ സർവീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രസംഗിക്കുവാനും നിങ്ങളുടെ സാക്ഷ്യം പറയുവാനും നിങ്ങളുടെ ഗിഫ്റ്റുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രദർശിപ്പിക്കാനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. അത് ഈ വർഷവും അതുപോലെ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമ്മുടെ ബൈബിൾ കോളേജ് ചേർക്കുന്നവർക്ക് പ്രത്യേക പാരിതോഷികം, പ്രത്യേക റിവാർഡ്സ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളത് ഉത്സാഹത്തോടെ പരസ്പരം നമ്മൾ അന്യോന്യം ധൈര്യപ്പെടുത്തി അനേകരെ ഇതിലേക്ക് ചേർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് എത്ര പേരെ വേണേൽ ചേർക്കാം. അതാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ആൾക്കാരെ ചേർക്കാം. മിഡിൽ ഈസ്റ്റിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, നമുക്കിനിയും സമയം ലഭിക്കുമല്ലോ. ഇപ്പോൾ ഏകദേശം 61 പേര് നമ്മുടെ ഈ മീറ്റിങ്ങിൽ കൂടിയിട്ടുണ്ട്. ഞാൻ അനേകർ പെട്ടെന്നായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടത്. അതിനൊരു വേദഭാഗം വായിക്കാൻ, ദൈവവചനത്തിന്റെ ആധികാരികത. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു
വേദഭാഗമാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികത, പ്രത്യേകത, അത് ജീവനും ചൈതന്യവും നൽകുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ദൈവവചനം പഠിക്കും തോറും നമ്മൾ പുതുജീവൻ പ്രാപിക്കും, ചൈതന്യം പ്രാപിക്കും. ഈ വചനം അനേകരെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ അത് നമ്മുടെ കാലിന് വിളക്കും, നമ്മുടെ വഴികൾക്ക് പ്രകാശവുമാകുവാൻ ദൈവവചനം ഇടയാക്കും. അതുകൊണ്ട് ദൈവവചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ദൈവവചനം, കർത്താവിന്റെ വചനം ശക്തിയാണ്, അത് വിടുതലാണ്. അത് പറയുമ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഓരോരുത്തരും ജീവനും ചൈതന്യമുള്ളവരായി അനേകരെ ചൈതന്യത്തിലേക്കും ജീവനിലേക്കും നടത്തുവാൻ, ദൈവത്തിന്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, വിഘ്നം കൂടാതെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുവാൻ, സുവിശേഷം പറയുവാൻ. സുവിശേഷത്തിന്റെ മറ്റൊരു പേരാണ് ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തെ കുറിച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ദൈവവചനം പഠിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. നമ്മളതെല്ലാം അതിജീവിച്ച് അത് നമ്മൾ സമയം വേർതിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ നമ്മളോട് സഹകരിക്കണം, കുഞ്ഞുങ്ങൾ സഹകരിക്കണം. അങ്ങനെ അതെല്ലാം അതിജീവിച്ച്, നമുക്കറിയാം, ബൈബിൾ കോളേജ് അനേകർ പ്രാരംഭത്തിൽ വന്നു ചേർന്നാലും അവസാനം ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേന് ചുരുങ്ങി വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം വ്യക്തികൾ മാത്രമേ അത് ഫിനിഷ് ചെയ്യാൻ കാണത്തുള്ളൂ. കഴിഞ്ഞ വർഷവും നമുക്ക് അങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ 10, 200, 300 പേരൊക്കെ ചെയ്തത് നമ്മുടെ ഗ്രാജുവേഷൻ ടൈമിൽ ഏതാണ്ട് 100 105 ആയിട്ട് ചുരുങ്ങി. അങ്ങനെ സംഭവിക്കാതെ നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം, കർത്താവേ, ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ പഠിക്കുവാൻ, അവസാനം വരെ പഠിക്കുവാൻ, ഇത് ഫിനിഷ് ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിക്കണം എന്നുള്ളൊരു പ്രത്യേക പ്രാർത്ഥന. പല വിഷയങ്ങൾ ദൈവമക്കള് നമ്മൾ പിടിച്ചു വായിക്കേണ്ടതാണ്, നമ്മൾ യുദ്ധം ചെയ്ത് നേടേണ്ടതാണ്. കാരണം നമ്മൾ ജയിക്കുന്നവരാണ്, നമ്മൾ ജയാളികളാണ്. കർത്താവിന്റെ വചനം അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹ വിഷയമാകട്ടെ. നിങ്ങൾ പഠിക്കുന്ന വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി തീരുവാൻ, ദൈവരാജ്യം നിങ്ങളോട് വളരുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും പരസ്പരം ഒരു കുടുംബത്തെ പോലെ നമ്മൾ പരസ്പരം അറിഞ്ഞും നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തും നമുക്ക് ഈ 6 മാസം ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെമിസ്റ്റർ ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ പോകും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ സമയം ഒന്നിച്ച് സൂമിൽ കൂടി വന്ന് അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ഒരു പുതിയ സെമസ്റ്റർ തുടങ്ങുവാൻ കർത്താവേ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. നിന്റെ ഹിതമാണെങ്കിൽ അത് മൺഡേ മുതൽ ആരംഭിച്ച് 6 മാസം ഡിസംബർ വരെയും തുടരുവാൻ കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവെ, ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന, താല്പര്യത്തോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ, ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇന്നു മുതൽ കർത്താവെ പ്രത്യേക കോഴ്സിനോട് കൂടെ ഇരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അതിന് കമ്മിറ്റ് ചെയ്ത ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെടുക്കുന്ന വിഷയങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും കൊടുത്ത് വളരെ മനോഹരമായ രീതിയിൽ കർത്താവെ ഞങ്ങളെയൊക്കെ പഠിപ്പിപ്പാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യാനുള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൺഡേ മുതൽ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ തിരുകൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ഈ കോഴ്സിനോട് കൂടെ ഇരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സാധ്യതകളെയും സാധ്യമാക്കുന്ന
ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ഈ ക്ലാസ്സുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടന്നു വന്ന് പഠിക്കുവാൻ തിരഞ്ഞെടുത്തിന് അവസരം ഒരുക്കണമേ. എല്ലാ തടസ്സങ്ങളെയും, ശത്രുവിന്റെ എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിജീവിച്ച് മുന്നേറുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒട്ടും മുടക്കം കൂടാതെ എല്ലാവരും ചേർന്ന് കർത്താവെ, നൂറുകണക്കിന് ആൾക്കാർ ചേർന്ന് പഠിച്ച് ഒരു വലിയ സൈന്യമായി തീർന്ന് ദൈവനാമം ഞങ്ങളിലൂടെ വളരപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോഴ്സിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യകരം കർത്താവെ ഞങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരുന്ന് ഈ ക്ലാസ്സുകളോടുകൂടെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകരനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ ആൻഡ് ആമേൻ. അങ്ങനെ ഒഫീഷ്യലായി നമ്മുടെ ഈ പുതിയ സെമസ്റ്റർ തുടങ്ങിയതായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ആമേൻ. താങ്ക് യു പാസ്റ്റർ റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയൽ. ദൈവം സഹായിക്കട്ടെ. എൻ്റെ കമ്മിറ്റ്മെന്റ്, സഹകരണം എല്ലാത്തിനും സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ. തന്നിലൂടെ ഒക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അനുഗ്രഹീതരായ ദൈവദാസന്മാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സീനിയറായ പാസ്റ്റർ പി ജി മാത്യൂസ്, പാസ്റ്റർ സി വി ആൻഡ്രൂസ്, ഇവരെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ അവർ ഒക്കെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ബൈബിൾ കോളേജിന് ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതരായ ദൈവദാസന്മാരെ നമുക്ക് ഈ സെമിസ്റ്ററിൽ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവർ ചില വാക്കുകളൊക്കെ പറയും. എന്നാൽ അതിനു മുമ്പായി ഞങ്ങളുടെ കൊയർ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ചില ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കൊയർ മൊത്തമായിട്ടൊന്നും ഇല്ല, ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ ചേർന്നതാണ്. എങ്കിലും അവർ ഇപ്പോൾ ചില ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അഗാപ്പെ ചർച്ച് ഖത്തർ, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഗാപ്പെ ഓൺലൈൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത അധ്യയന വർഷത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭം എന്നുള്ള മീറ്റിങ്ങിൽ ഇപ്രകാരം ഞങ്ങൾക്കും ഒരു ഭാഗവാക്കാകുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷാൽ അഗാപ്പെ ചർച്ചസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയൽ ദൈവദാസൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, പഠനത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഖത്തറിലുള്ള അഗാപ്പെ ചർച്ചിൻ്റെ സംഗീത വിഭാഗത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാരംഭമായി ഈ അധ്യയന വർഷം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പഠന ദിവസങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം ധാരാളമായി മാനിക്കുമാറാകട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സകല മാനവും മഹത്വവും ബഹുമാനവും നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചില ഗാനങ്ങൾ പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളോട് ചേർന്ന് ചില ഗാനങ്ങൾ നമുക്ക് പാടാം. കർത്താവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ആ കർത്താവിനെ പോലെ ആരാധ്യനായി മറ്റാരുമില്ല. ആ കർത്താവിനെ പോലെ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയുന്നതായി മറ്റാരുമില്ല. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണത്തിൻ്റെ ഗാനം പാടി നമുക്ക് ആരംഭിക്കാം. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളിലോകെ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളിലോകെ,
അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഭാഗം നമ്മെ കുറിച്ച് സമർപ്പിക്കാം. അവിടുത്തെ വചനം അത് നമ്മെ കഴുകുന്നതാണ്, അത് നമ്മെ വഴി നടത്തുന്നതാണ്, നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നതാണ്. അവിടുത്തെ ഹിതം പോലെ നമ്മെ നടത്തുവാൻ ആ വചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുത്തെ വചനം നമ്മോട് ശുദ്ധമായി ഇടപെട്ടുമാറാകട്ടെ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ആ വചനം നമ്മെ കഴുകട്ടെ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. കർത്താവേ, അവിടുന്ന് വഴികാട്ടിയായി ഞങ്ങളെ ഓരോ ദിവസവും നടത്തുമാറാകണമേ. ക്രിസ്തു എന്ന പാറമേൽ അവിടുന്ന് ഞങ്ങളെ നിർത്തിയതിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസക്കാലമൊക്കെ ദൈവത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മെ കൂടുതൽ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അത് നമ്മെ സഹായിക്കുമാറാകട്ടെ. നടക്കുവാനാ വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. Let's worship him. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. Hallelujah. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നുമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. We worship you, Lord, for all
provisions in our life. We thank you for your wonderful presence in our life, oh Lord. Hallelujah. അവിടുത്തെ പോലെ മറ്റാരുമില്ലല്ലോ കർത്താവേ. അങ്ങേ പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ഒരിക്കൽ കൂടി അങ്ങേ പോലെ, അങ്ങേ പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. ഹല്ലേലൂയ. അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന. ഓ ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുത്തെ പോലെ ഹല്ലേലൂയ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായി മറ്റാരുമില്ല. ഞങ്ങളെ അവിടുന്ന് ഓരോ ദിവസവും പരിപാലിക്കുന്നല്ലോ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോഴും അവിടുത്തെ സാന്നിധ്യം സകലയിടങ്ങളിലും ഉള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. രാവിലും പകലിലും ആ കർത്താവ് നമ്മെ നന്നായി അവിടുന്ന് സൂക്ഷിക്കുന്നല്ലോ. ഒരു നിമിഷം പോലും അവിടുത്തെ സാന്നിധ്യം നമ്മെ വിട്ട് മാറുന്നില്ലല്ലോ. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് പറയാം, കർത്താവെ, ഞാൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി അവിടുന്ന് എന്നെ വഴി നടത്തുന്നുവല്ലോ. ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് കർത്താവെ ആശ്ചര്യപ്പെടുമ്പോൾ, ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടുന്നത് കൃപ തോന്നി ദാനമായി നൽകുന്ന ആ കർത്താവിൻ്റെ ആ വൻ കൃപയെ ഓർത്തുകൊണ്ട്, നടത്തിപ്പുകളെ ഓർത്തുകൊണ്ട് നമുക്ക് പറയാം, നന്ദി നന്ദി ദൈവമേ, ഞാൻ ആയതിനാധാരം നീയേ. നന്ദി നന്ദി യേശുവേ, എൻ വിശ്വാസത്തിന് ആരംഭം നീയേ. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം രാവിലും പകലിലും എന്നുള്ള ഗാനം. പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ, രാവിലും പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിരച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിരച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി
വിശ്വാസത്തിൻ ആരംഭം നീയേ. കർത്താവേ, പരിധികൾ കൂടാതെ, സമയഭേദം കൂടാതെ, ഒരു പരിധികളുമില്ലാതെ എന്റെ അടുത്തേക്ക് അങ്ങ് ഇറങ്ങി വന്നു. എന്നെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ആ ദൈവസ്നേഹം എത്ര വലിയതാണ്. നമുക്ക് നന്ദി പറയുവാനായിട്ടുള്ളത്. ഉന്നത അടുത്തേക്ക് ദൈവം തന്നെ പുത്രനെ അയക്കുവാനിടയായി തീർന്നല്ലോ. നമ്മെ പാപത്തിൽ നിന്ന് സൗഖ്യമാക്കി, രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കി. പലരെയും മറികടന്ന് എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. പലരെയും മറികടന്ന് എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്കിൻ ശക്തിയാ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്കിൻ ശക്തിയാ. നന്ദി, നന്ദി 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 ദൈവമേ. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. ഞാൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് പറയാം, കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പോയതുപോലെ വേഗം വീണ്ടും വന്നിടും. ആത്മബലത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ. 40 നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് ഉറപ്പേകിയതും. 40 നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് ഉറപ്പേകിയതും. നാഥൻ പോയതുപോലെയും വീണ്ടും വേഗം വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. പോയതുപോലെയും വീണ്ടും വേഗം വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. ആയിരിക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് പാടാം. നന്ദി 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 ദൈവമേ. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുവാൻ എത്ര കാരണങ്ങളാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. നമ്മെ വീണ്ടെടുത്തതിന്, നമ്മെ സൗഖ്യമാക്കിയതിനായി, നമ്മെ ഇന്നും നന്നായി പോറ്റുന്ന ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യാശ, നമ്മെ വീണ്ടെടുത്തവൻ വേഗം വരാറായി. ഈ ലോക സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, വളരെ പ്രത്യാശയോടെ
ദൈവവചനം പഠിക്കുവാനായിട്ടൊക്കെ തയ്യാറായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒറ്റ മിനിറ്റ്. നമ്മുടെ കൊയറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരൊരു പാട്ടുകൂടെ പാടുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പ് വളരെ പെട്ടെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. എങ്കിലും ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൊയറംഗങ്ങളെല്ലാം ഇല്ല, എങ്കിലും കഴിയുന്നവരും കടന്നു വന്ന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാട്ട് പാടിയ നന്ദിയുണ്ട്. തുടർന്ന് അവരൊരു ഗാനം കൂടെ പാടുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മുടെ ഡോക്ടർ സാക് വർഗീസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും അവിടെ ചർച്ചിൽ ടുൾസയിലുള്ള ദൈവസഭയിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. എന്നാൽ തനിക്ക് പെട്ടെന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി പോകുന്നത് ആവശ്യമായതുകൊണ്ട് ഞാൻ ഒരു ഗ്രീറ്റിംഗ്സ് ഇപ്പോൾ പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങളുടെ കൊയർ ഒന്നുകൂടെ ഒരു പാട്ടുകൂടെ പാടുന്നതായിരിക്കും. ഡോക്ടർ സാക് വർഗീസ്, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ പാസ്റ്റർ ഷാജി ദാനിയേൽ, പാസ്റ്റർ ലാലു ജേക്കബ്, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ടൾസ ഒക്ലഹോമയിൽ നിന്ന് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഉള്ള വിശ്വാസികളുടെയും കൂടെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അഗാപ്പെ ബൈബിൾ കോളേജ് പല വർഷങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷം വളരെ സന്തോഷമായിട്ട് നമുക്ക് ഒരു വർഷം കർത്താവ് തന്നു. ഈ പുതിയ വർഷവും വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവദാസന്മാരെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്, നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചുരുങ്ങിയ നിമിഷത്തിൽ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ അതുകൂടെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദ്യ നൂറ്റാണ്ടിലെ സഭ ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ഗുണങ്ങൾ എന്തായിരിക്കണം എന്ന് ആ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അഗാപ്പെ ബൈബിൾ കോളേജിൻ്റെ ഈ 2026 ഈ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, ഇതുകൊണ്ട് എന്ത് സംഭവിക്കണം, എന്ത് ഫലമുണ്ടാകണം എന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ശരിയാണ്, നമ്മൾ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കും. വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതോടുകൂടി തന്നെ ഈ ജ്ഞാനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജ്ഞാനം കൊണ്ടും അതിൻ്റെ കഴിവ് കൊണ്ടും ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനമുണ്ടാകും? അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളെ തന്നെ ദൈവത്തിൽ ഉറപ്പിച്ച് കർത്താവിന് വേഗം വരുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുക. രണ്ടാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അനേകരെ ഈ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെ ഒരുക്കുക. അതായിരിക്കണം ഈ ബൈബിൾ കോളേജിൻ്റെ ഈ പഠനത്തിൻ്റെ ദൗത്യമെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ഞങ്ങൾ ദൈവവചനം ശുശ്രൂഷിച്ച മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തിരഞ്ഞെടുപ്പീൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അതിനുശേഷമായിട്ട് അവിടെ പറയുമ്പോൾ, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, അങ്ങനെ 7 പേരെ ഇതിലേക്ക് തിരഞ്ഞെടുത്തു. ആ 7 പേരിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭ നോക്കിയ 4 ഗുണങ്ങളാണ്. ഒന്ന്, അവർക്ക് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലയളവിൽ നമുക്ക് നമ്മുടെ സഭകൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും സാക്ഷ്യം കുറഞ്ഞു പോയ ഒരു സമയമാണ്. അനേകരും ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്ന സമയത്ത് ഈ പഠനം കൊണ്ട് നമ്മളുടെ ജീവിതം ഒരു സാക്ഷ്യമുള്ള ജീവിതമായി, എ പീപ്പിൾ ഓഫ് ഗുഡ് റെപ്യൂട്ടേഷൻ, അതായിരിക്കുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ഏറ്റവും ജ്ഞാനമുള്ളവരായിരിക്കണം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ജ്ഞാനം കൊണ്ട് ആരും നിങ്ങൾക്ക് നിൽപ്പാൻ സാധിക്കത്തില്ല, അതുപോലെയുള്ള ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് തരും. ഈ ഗാസ്പൽ, ഈ സുവിശേഷത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ജ്ഞാനം കർത്താവ് നമുക്ക് തരുവാൻ ഈ ബൈബിൾ സ്കൂൾ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫുൾ ഓഫ് റെപ്യൂട്ടേഷൻ, ഫുൾ ഓഫ് വിസ്ഡം ആൻഡ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഈ പഠനത്തിൽ കൂടി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. എന്നാൽ ദൈവവചനം വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആ വചനം അത് ഫലപ്രദമായി തീരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പീക്ക്. മാർക്ക് 11:23, if you believe and say to this mountain, be thou removed from here. So faith comes by hearing, but faith works by speaking the word of God. ഈ ദിവസങ്ങളിലായിട്ട് ഈ ബൈബിൾ കോളേജിലെ പഠനത്തിൽ കൂടി നമ്മളെ വിശ്വാസം വർദ്ധിക്കുവാനും അതിൽ കൂടി ദൈവത്തിന് പ്രസാദമായി തീരുവാനും ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സ്ഥിരീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനമായിട്ട് full of faith, full of the Holy Spirit. Praise the Lord. Hallelujah. നമ്മുടെ സഭയുടെ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിങ്ങൾ യെരുശലേം വിട്ടു പോകാതിരിക്കണം, സ്വർഗത്തിൽ നിന്നുള്ള ആ ശക്തി പ്രാപിച്ച് നിങ്ങൾ ലോകത്തെമ്പാടും എൻ്റെ സാക്ഷികളാകണം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ആദ്യ നൂറ്റാണ്ടിലെ സഭയമേൽ പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ കേട്ടു. അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തേക്ക് പോകുക. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അന്ത്യോക്യ സഭയോട് പറയുകയാണ്, ഞാൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും എനിക്ക് വേണ്ടി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വൈദ്യരെ ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവിതങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മ ശക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി നല്ല ജ്ഞാനം, നല്ല ആത്മനിറവ്, നല്ല വിശ്വാസം, പരിശുദ്ധാത്മ ശക്തി, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഈ പഠനത്തിൽ കൂടി ഉണ്ടാകട്ടെ. അത് ദൈവരാജ്യത്തിനും ഒരു ഫലപ്രദമായി തീരട്ടെ എന്നുള്ള ആശംസയോടെ ഇന്ന് രാത്രിയുടെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവഹിതമെങ്കിൽ നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണുകയും ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഡോക്ടർ സാക്കു വർഗീസ്. ദൈവം സഹായിക്കട്ടെ. താൻ വളരെ തിരക്കായിട്ടും ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവം തന്റെ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ, അവിടുത്തെ സഭ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങളുടെ ഖത്തർ നമ്മൾ വീണ്ടും ഒരു പ്രത്യാശയുടെ ഗാനം നാം ആലപിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിയവരതിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ലോക സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് വളരെ പ്രത്യാശയോടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു പഴയ ഗാനമാണ് പാടുന്നത്. കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ഞങ്ങളോട് കൂടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജമൊരുക്കിതൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറ
പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. രാജമൊരുക്കിതൻ വേഗം വരുന്നല്ലോ. പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അറിയാവുന്നവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കണം. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാ. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാ. കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാ. കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാ. രാജമൊരുക്കിതൻ വേഗം വരുന്നല്ലോ. പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ. ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ. ആ നല്ല സുദിനം കാത്തു നിൽക്കുന്നേ ഞാൻ, വേഗം വരേണം എൻ കാന്താ. ആ നല്ല സുദിനം കാത്തു നിൽക്കുന്നേ ഞാൻ, വേഗം വരേണം എൻ കാന്താ. രാജമൊരുക്കിതൻ വേഗം വരുന്നല്ലോ. പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജമൊരുക്കിതൻ വേഗം വരുന്നല്ലോ. പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് നൽകിയ ഈ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തകരോട്, വിശേഷാൽ നേതൃത്വം നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട്. ഷോർട്ട് നോട്ടീസിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനങ്ങൾ പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. എക്സ്ട്രീം റൈറ്റില് ബ്രദർ വിപിൻ ജോൺ, ഞങ്ങളുടെ ട്രഷറർ കൂടിയാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. രണ്ടാമത് സോൺസ് ജേക്കബ്, മൂന്നാമത് റെനി ഡാനിയേൽ, നേതൃത്വം കൊടുത്തത് ബ്രദർ മനോജ്, സവിത, മിസ്സിസ് അനൂജ്, പിന്നെ ഞങ്ങളുടെ അനുഗ്രഹീതനായ കീബോർഡിസ്റ്റ് ജോയൽ. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സൂമിൽ
വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ പാട്ട് ക്ലിയർ ആക്കുക എന്നുള്ളത്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ടെക്നിക്കൽ ടീമിനോട് പ്രത്യേക നന്ദി. ബ്രദർ അനൂജ് താൻ ഒത്തിരി കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ചെയ്തു. അതുപോലെ എൻ്റെ മകൻ ജുവൽ അതിന്റെ പുറകിലുണ്ടായിരുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ, നിങ്ങളുടെ ശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക അഗാപ്പെ ബൈബിൾ കോളേജിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ അനുഗ്രഹീതരായ കൊയറിന്റെ ഒരു പാസ്റ്ററായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിലും തന്ന വളരെ അനുഗ്രഹീതമായ അഭിമാനകരമായ അവസ്ഥകളെ ഓർത്ത് ഞാനും അഭിമാനിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ നിന്നാൽ ഒരു പാട്ടൂടെ പാടാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ CB ആൻഡ്രൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ അനുഗ്രഹീതമായ രീതിയിൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചു. ഏകദേശം 2 അധ്യായമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ പുതിയ സെമിസ്റ്ററിൽ അത് തന്നെ അദ്ദേഹം ഇത് ചെയ്യുന്നതാണ്. തുടർന്ന് ചില വാക്കുകൾ, കർത്താവിന്റെ ദാസൻ വളരെ തിരക്കുള്ള ദൈവദാസനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തല്ലോ, ചില വാക്കുകൾ റവറൻഡ് ഡോക്ടർ CB ആൻഡ്രൂസ് പ്ലീസ്. ദൈവനാമത്തിൽ വന്ദനം. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ അഗാപ്പെ ബൈബിൾ കോളേജ് ഈ സെമിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വളരെ ബന്ധപ്പാടുണ്ടായിരുന്ന എനിക്കും ഇതിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് കടന്നു വന്നത്. ഇവിടെ ഒരു മരണമുണ്ടായി, ഹെലികോപ്റ്റർ തകർന്ന് അത് ഒരു ശിലോം പെന്തക്കോസ്തിൽ ഒരു പയ്യൻ മരിച്ചുപോയി. ഇന്ന് ഫ്യൂണറൽ നടക്കുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് പോയി അതിൽ സംബന്ധിച്ച് ഇന്ന് ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചു. ഒരാഴ്ചയിൽ 11 സ്ഥലങ്ങളിൽ ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്, 11 സ്കൂളുകളിൽ. അതുപോലെ ഞാനൊരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്, തിങ്കൾ മുതൽ വ്യാഴം വരെ. എവരിഹോം ബൈബിൾ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ എല്ലാം ബന്ധപ്പാടിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻട്രി ചെയ്യുന്നുണ്ട്. ഇന്നും 2 ക്ലാസ്സുകൾ ഇട്ടാണ്. CB ആൻഡ്രൂസ് ബൈബിൾ എന്നാണ് പേര്. cvanдрൂസ്ബൈബിൾ.com. അതിൻ്റെ അകത്ത് കയറിയാൽ 30 മുതൽ വെളിപ്പാട് വരെയുള്ള ക്ലാസ്സിൽ കാണാം. നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിൻ്റെ ഓർത്ത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. അത് ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, വൈസ് പ്രസിഡന്റായിരിക്കുന്ന ലാലു ജേക്കബ്, പാസ്റ്റർ ലാലു ജേക്കബ്, ഇവരെ ഓർത്ത്, അവരുടെ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ മാനിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ബൈബിൾ കോളേജിൽ അനേക ക്ലാസ്സുകൾ എടുക്കുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. വെളിപ്പാട് പുസ്തക ക്ലാസ് എസ്കറ്റോളജി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഭാവികാല സംഭവങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് അതിൻ്റെ അകത്ത് 366 ലെസനായിട്ടാണ് ഞാൻ വേർതിരിച്ചിരിക്കുന്നത്. 5 സ്ഥലങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളി തിയോളജിക്കൽ കോളേജിൽ അതിൻ്റെ 17-ാം അധ്യായമാണ് പഠിപ്പിച്ചത്. കഴിഞ്ഞത് 18-ാം അധ്യായത്തോട് കയറി 17-ാം അധ്യായത്തിൽ തന്നെ 8 ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു നീണ്ട പഠനമാണ് ആ ക്ലാസ്സുകൾ. അത് വെളിപ്പാട് പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരത്തക്ക നിലയിൽ വാക്കുകളെടുത്താണ് സംസാരിക്കുന്നത്. ഈ പ്രാവശ്യവും അത് തുടരുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഓരോ പാരിതോഷം കൊടുക്കുവാനും ദൈവം ഇടയാക്കി. നമ്മൾ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനമാണ് നമ്മൾ പഠിക്കേണ്ടത്. സത്യവചനം യഥാർത്ഥമായി പഠിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ആ വാക്യം വായിച്ചത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അതിനുള്ളൊരു പരിശീലനമാണ് അഗാപ്പെ ബൈബിൾ കോളേജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം. എത്ര സുസ്ഥിരമായ വിധത്തിൽ അനേക വേദപണ്ഡിതന്മാർ കഴിഞ്ഞ സെമസ്റ്റർ ക്ലാസ് എടുക്കാണ്ടിയായി. എനിക്ക് പത്തനംതിട്ടയിൽ കടന്നു വരാൻ തക്കണം സാധിച്ചില്ലെങ്കിലും ഞാൻ ഓൺലൈനിൽ കൂടി അതെല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ ഡ്രസ്സും അത് കടന്നു വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതെല്ലാം കണ്ട് ഹൃദയം വളരെ നന്ദിയാൽ നിറയുവാൻ തക്കനുടയായി. ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ, ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിരുന്നു. ഏലിയാവിൻ്റെ കാലത്ത് നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചു നോക്കണം. ആ 2-ാം അധ്യായത്തിൽ അത് ഏലിയാവിനെ ദൈവം എടുത്തുകൊള്ളപ്പെടുവാൻ തക്കോണം തീരുമാനിച്ചപ്പോൾ ആദ്യമായി അവൻ ഗിൽഗാലിൽ നിന്നാണ് പുറപ്പെട്ടത്. ഗിൽഗാലിൽ അവന് പ്രവാചക ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടാൻ പോവാണെന്ന്. ഗിൽഗാലിലെ അവരെല്ലാം സന്ദർശിച്ച ശേഷം അത് അടുത്തായിട്ട് താൻ പോയത് ബഥേൽ ബൈബിൾ കോളേജിലേക്കാണ്. അടുത്ത ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെയും പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളായിരുന്നു. അതിനുശേഷം അവിടുന്ന് എരികോവിലേക്ക് പോയി. അവിടെയും കുറെ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കെല്ലാം ട്രെയിനിങ് അത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്കൂളുകളാണ്. അതുപോലെ അത് കഴിഞ്ഞ് യോർദാനിലേക്ക് കടന്നുപോയി. അവിടെയും പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. കാരണം ഇവർക്കെല്ലാം വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിശീലന സ്ഥലങ്ങളായിരുന്നു അതെല്ലാം.
അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബൈബിൾ സ്കൂളിൽ ഇരുന്ന് പഠിച്ച ശിഷ്യന്മാരെയാണ് അതുവരെ അവർ പ്രവർത്തിക്കാനൊന്നും പോയില്ല. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ 2 പേരായിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നിന്ന് 3.5 വർഷക്കാലം അഭ്യസനം പ്രാപിച്ച ശിഷ്യന്മാരെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. അവൻ ഇരുന്നു. നിങ്ങൾ ആ 16 അധ്യായം, മർക്കോസ് 16 അധ്യായം അവസാന ഭാഗങ്ങൾ വായിച്ചു നോക്കണം. യേശു ക്രിസ്തു ഇരുന്നപ്പോൾ അവർ പുറപ്പെട്ടു. ഇതുവരെ അവർ പുറപ്പെടാതിരുന്നത് യേശു ക്രിസ്തുവിന്റെ കാൽച്ചോട്ടിരുന്ന് അവരെ പഠിക്കുകയായിരുന്നു, അവരെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് കയറി ക്രൂസൈഡ് നടത്താൻ പോവുകയല്ലായിരുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ ക്രൂസൈഡ് നടത്താൻ പോകും. എന്നാൽ ആദ്യമേ ഒരു പരിശീലനം ആവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരുന്ന് 3.5 വർഷക്കാലം പഠിച്ചതിന് ശേഷമാണ് യേശു ഇരുന്നപ്പോൾ അവർ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കാനിടയായത്. നമ്മുടെ ഈ അഗാപ്പ ബൈബിൾ കോളേജ് അനേക വേദപണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂള്, അത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആ വചനവുമായി ഇറങ്ങി പുറപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശീലനമാണ് ഈ ബൈബിൾ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അഭിനന്ദിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. ഇതിൽ ഒരു അധ്യാപകനായിരിക്കാൻ തക്കോണം എനിക്കും ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സെമസ്റ്റർ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ PG മാത്യൂസും ഈ സെമസ്റ്ററിൽ ഉണ്ടെന്ന് കേട്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എല്ലാ ദൈവദാസന്മാരും എൻ്റെ സ്നേഹിതരാണ്, ഉറ്റവരാണ്. എല്ലാവരെയും ദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ തിരക്കുകളുടെ ഇടയ്ക്കിലും ഇന്ന് രാത്രിയിലും നമ്മോടൊപ്പം ജോയിൻ ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ ഈ പ്രായത്തിൽ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസന്റെ ക്ലാസ്സുകൾ പലരും എന്നോട് ചോദിച്ചു, വെളിപ്പാട് പുസ്തകം ഉണ്ടോ സാറേ, വെളിപ്പാട് പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് തന്നെ സഹായിക്കട്ടെ. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ പ്രാവശ്യം നല്ല ഒരു പാരിതോഷികവും നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ എല്ലാവർക്കും ഏകദേശം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ വന്നവർക്കും ഒക്കെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവം ആ ദൈവദാസനെ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ PG മാത്യൂസ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇതിനു മുമ്പുള്ള ചില സെമിസ്റ്ററുകളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ക്ലാസ്സുകൾ എടുക്കുവാനൊക്കെ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ കൂടെ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തണമെന്ന്. അദ്ദേഹത്തിന് അല്പമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചോദിച്ച ഉടനെ വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസിനെ പോലെ തന്നെ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് തനിക്കൊരു ഹരമാണ്. വളരെ സന്തോഷമാണ്. തന്റെ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് പാസ്റ്റർ PG മാത്യൂസ്. വളരെ സീനിയറായ ഒരു കർത്താവിന്റെ ദാസനാണ്. ഇന്ന് രാത്രി ചില വാക്കുകൾ അദ്ദേഹം നമ്മളോട് പറയും. പാസ്റ്റർ PG മാത്യൂസ്, പ്ലീസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഞങ്ങളെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ടെർമിനോളജി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഏഷ്യയിലെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ടൊരു വാതായനം യൂറോപ്പിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കെദോന്യയിലേക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു എന്ന് നമ്മൾ കാണുന്നത് പോലെ അത് ഈ മഹത്വമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് അത് പങ്കുവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യന്മാര്, ഈ ഇപ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ് അവറുകൾ, ഡോക്ടർ ഷാജി K ദാനിയൽ, സാക് പറീസ് സാറ്, സീനിയർ പാസ്റ്റർ CV ആൻഡ്രൂസ് പാസ്റ്റർ, മാത്യു P തോമസ്, ഷാജൻ പാറക്കടവിൽ, കഴിഞ്ഞ വർഷം പഠിച്ചവരും ഇപ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും, നമ്മളെല്ലാവരും ചേർത്ത് പറയുമ്പോൾ ഞങ്ങളെന്ന് പറയാൻ തക്കൊണ്ടിയായിത്തീരും. ഞങ്ങൾ, അതായത് ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്. ദൈവജനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ആ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ തന്നെ, അതാ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ നടന്നു വന്നിരുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾക്ക് തിരുവെഴുത്തിന്റെ ഭാഗങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഇപ്പോഴുള്ള വിശ്വാസികളെ എല്ലാവരെയും പറയേണ്ടത് കർത്താവിന്റെ സന്നിധിയിലുള്ള മുൻ പോരാളികളെന്ന് വേണം പറയുവാൻ. ആത്മീയ
വ്യായാമം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകം ഒരാള് എഴുതിയിട്ടുണ്ട്. ആത്മീയ വ്യായാമം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പോരാട്ടം എന്നുള്ള പ്രയോഗം, അത് പോർക്കളത്തിൽ നമ്മൾ നിൽക്കുകയാണെന്നുള്ള പ്രയോഗം പൗലോസ് എഫെസോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ ജോൺ ബെനിയൻ അവറുകൾ തിരുപ്പോരാട്ടം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയത്. തിരുപ്പോരാട്ടം ഈ പുസ്തകങ്ങളിലെല്ലാം അതെ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ദൈവമക്കളും ഈ പോർക്കളത്തിൽ മുന്നണി പോരാളികളായിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നണി പോരാളികളായിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. സാധാരണ പറഞ്ഞാൽ സദാ പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ, നമ്മള് സദാ പട്ടാളക്കാരായിട്ട് ദൈവത്തിന്റെ ജനങ്ങൾ എല്ലാവരും നിൽക്കേണ്ട ഒരു സമയമാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പല നിലയിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രാപ്തരായിട്ടുള്ള ആളുകളെ മാത്രം റിക്രൂട്ട് ചെയ്ത് മിലിറ്ററിയില്, ആർമിയിലെ, നേവിയിലൊക്കെ ചേർക്കുന്ന സാധാരണ ഇപ്പോൾ കാണുന്ന സാധാരണ റിക്രൂട്ട്മെന്റ്. എന്നാല് മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ലോകമഹായുദ്ധമൊക്കെ നടക്കുമ്പോൾ പട്ടാളക്കാര് ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ, തകർന്നു പോകുമ്പോൾ, അവരുടെ അംഗസംഖ്യ കുറവാകുമ്പോൾ മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട്. ആ റിക്രൂട്ട്മെന്റിൽ സകല ആളുകൾക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആ റിക്രൂട്ട്മെന്റിൽ കയറി മുന്നണി പോരാളികളായിട്ട് ഇങ്ങനെ നിൽക്കാൻ കൊണ്ടുണ്ട്. ഇന്നൊരു ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ സർവീസ് ഞാനിങ്ങനെ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഇവിടെ ഈ ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും യേശു ക്രിസ്തുവിന് വേണ്ടി മുന്നണി പോരാളികളായിട്ട്, മുന്നണി പോരാളികൾ എന്ന് പറയുമ്പോൾ ആദ്യം ഫൈറ്റ് വരുമ്പോൾ അവരിലാണ് ഫൈറ്റ് ആദ്യം വന്നു ചേരുന്നത്. കർത്താവിന്റെ ശുശ്രൂഷയിൽ സജീവമായിട്ട്, അത് ജോർജ് ഫോക്സ് പറഞ്ഞതുപോലെ ആത്മീകമായിട്ടുള്ള ഒരു പോരാളികളായിട്ട് നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയയിലുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു. ഇന്ത്യയിലുള്ള പല ക്രിസ്ത്യാനികളും, വടക്കേ ഇന്ത്യയിൽ പല സ്ഥലം മുന്നണി പോരാളികളായിട്ടുള്ള ആളുകൾ അവർ വെടിയേക്കുകയാണ്, അടികൊള്ളുകയാണ്. അതെ, അവർക്ക് എതിർ ശത്രു അവരെ ഞെരുക്കുകയാണ്, ബൂട്ട്സ് ഇട്ട് ചവിട്ടുകയാണ്. എന്നാലും മുന്നണി പോരാളികളായിട്ട് ദൈവത്തിന്റെ സഭ, ചർച്ച് ഓഫ് ഗോഡ് മുഴുവനും, ദൈവസഭ മുഴുവനും മുന്നണി പോരാളികളായിട്ട് നിൽക്കുവാൻ കൊണ്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഈ മഹത്വമായിട്ടുള്ള അകപ്പേ ബൈബിൾ കോളേജിനെ ഓർത്ത് എല്ലാം ചേർന്ന കർത്താവിന്റെ മഹത്വം അർപ്പിച്ചാട്ട് ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. ഇവിടെ എന്താ കർത്താവിന്റെ ദാസൻ ആൻഡ്രൂസ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഇങ്ങനെ വചനമൊക്കെ പഠിച്ചതിന് ശേഷമായിട്ട്, അത് നമ്മളുടെ സാക് വരീസ് സാറ് പറഞ്ഞതുപോലെ, കർത്താവിന്റെ ദാസൻ ഡോക്ടർ ഷാജി കെ ദാനിയേൽ പറഞ്ഞതുപോലെ, വചനം പഠിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവാനല്ല, അതുമായിട്ടൊന്ന് പുറപ്പെടുവാൻ, അതുമായിട്ട് ഇറങ്ങി പുറപ്പെടുവാൻ. അടുത്ത അവസരത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ, പല ദൈവമക്കൾ പ്രവർത്തിക്കുന്ന തെരുവീതികളിലും നാൽക്കവലുകളിലും അങ്ങനെ വചനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രാക്റ്റുകൾ ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്, യേശുവിനെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഞങ്ങൾക്ക് സൈൻ ബോർഡ് ഇവാഞ്ചലിസം ഉണ്ട്. സൈൻ ബോർഡ് ഇവാഞ്ചലിസത്തിന്റെ അകത്ത് യേശു താങ്കളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോർഡ് പിടിച്ചുകൊണ്ട് ഒരു തിരക്കേറിയ തെരുവീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, പല കൂട്ടത്തിൽ പല ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ ഒരു സഹോദരൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരൻ അതുവഴി ഇങ്ങനെ വന്ന് ആ ചെറുപ്പക്കാരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, ആ ചെറുപ്പക്കാരൻ യേശു താങ്കളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോർഡ് ഇങ്ങനെ വായിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നു. സ്നേഹമറ്റുപോയ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ സ്നേഹമറ്റുപോയൊരു സഹോദരനായിരിക്കും അവിടെ വന്നത്. അങ്ങനെ കരയുന്നത് അദ്ദേഹമായിരിക്കുക. അടുത്ത അവസരത്തിൽ ഒരു ലെറ്റർ എനിക്ക് ഇങ്ങനെ വന്നു. ലെറ്റർ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഒരു സഹോദരി ഒരു ട്രാക്റ്റ് കോട്ടയം തിരുനക്കര മൈതാനത്തിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ട്രാക്റ്റ് വാങ്ങിച്ച് വലിച്ചു കീറി നിലത്തേക്ക് ഒരാൾ എറിയുകയാണ്. ആ എറിയുന്ന ട്രാക്റ്റ് അയാൾ പറയുകയാണ്, എറിയുന്ന ട്രാക്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തു, അത് ചുരുട്ടിക്കൂട്ടിയ ട്രാക്റ്റ് ഇങ്ങനെ നിവർത്തി വായിച്ചപ്പോൾ ഈശ്വരനോട് സംസാരിക്കുന്നത് പോലെ, ദൈവനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി.
എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോകുകയായിരുന്നു. അങ്ങനെ മുന്നണി പോരാളികളായി, സുവിശേഷത്തിന് വേണ്ടി മുന്നണി പോരാളികളായി അവരെ വാർത്തെടുക്കുന്ന ഈ മഹത്വമായിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന് മഹത്വം ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ഒരു വാതായനം തുറക്കപ്പെടുകയാണ്. എന്താണ് വാതായനം? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ ഈ ദർശനം കണ്ടിട്ട്, ഇതൊരു വിഷയനാണ്, ഇതൊരു കാഴ്ചപ്പാടാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ ഡോക്ടർ ഷാജി കെ ദാനിയല്, അതുപോലെ തന്നെ ലാലു ജേക്കബ് പാസ്റ്റർ തുടങ്ങിയ സക്രിയ സാക്സാറെ തുടങ്ങിയ ദൈവദാസന്മാർക്ക് ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ദൈവം കൊടുത്തതാണ്. എന്താണ് ദർശനം? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിച്ച്, ദൈവവചനം പഠിപ്പിച്ച് ദൈവത്തോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, സുവിശേഷത്തോടുള്ള സ്നേഹം, ആരാധനയോടുള്ള സ്നേഹം, ദൈവത്തിന് സ്വതന്ത്രമായിട്ട് ഹല്ലേലൂയ ഒന്നുകൂടി ഞാൻ പറയാം, ദൈവത്തോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, സുവിശേഷത്തോടുള്ള സ്നേഹം, ആരാധനയോടുള്ള സ്നേഹം, ആ സ്നേഹം എല്ലാവരും ഞങ്ങളാണ്, അവരെല്ലാവരും ഞങ്ങളാണ്. ദൈവത്തിന് സ്വതന്ത്രം ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഒരു ദർശനം കണ്ടു എന്ന് പറയുന്നു. ഇവിടെ ഏഷ്യയിൽ നിന്ന് സുവിശേഷത്തിന്റെ വാതായനം ഇവിടെ തുറക്കപ്പെടുന്നത്, യൂറോപ്പിൽ ഭൂഖണ്ഡത്തിൽ സുവിശേഷത്തിന്റെ വാതായനം തുറക്കപ്പെടുകയാണ്. യൂറോപ്പിൽ കർത്താവിന് മഹത്വം. വേൾഡ് മാപ്പ്, സി വി ആൻഡ്രൂസ് പാസ്റ്ററുടെ ആ പിക്ചറിന് പുറകിൽ ഇങ്ങനെ വേൾഡ് മാപ്പ് കാണുമ്പോൾ എനിക്ക് ഒത്തിരി ആവേശമാണ്. ഇല്ലേം കയറി എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കൈയിൽ ബൈബിളും വേറൊരു കൈയിൽ വേൾഡ് മാപ്പിന്റെ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവിശേഷം ശക്തമായിട്ട് അറിയിക്കുവാൻ തക്കോണയായി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു വരികയാണ്. എന്താണ് ഞാനിവിടെ നിർത്തുകയാണ്. എന്താണ് നമ്മൾ കാണുന്നത്? ഇവിടെ ഞങ്ങൾ ആ ദർശനം കണ്ടപ്പോൾ ഒരു പുറപ്പാട് നടത്തി എന്ന് നമ്മൾ ഇവിടെ വായിക്കുകയാണ്. ഞങ്ങൾ പുറപ്പെട്ടു എന്ന് കാണുകയാണ്. ഞങ്ങൾ പുറപ്പെടുവാൻ ശ്രമിച്ചു എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ വർഷം ദൈവത്തിൻ്റെ വചനം പഠിച്ചവരും ഇനിയും പഠിക്കാൻ വരുന്നവരും, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം പഠിപ്പിക്കുന്ന എല്ലാവരും, നമുക്കൊരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് കൊണ്ട് നമ്മളെ യൂസ് ചെയ്ത് ഹിനിനി എന്ന് പറയുന്ന പോലെ, ഇതാ അടിയനീതാ എന്ന് പറയുന്നത് പോലെ അങ്ങനെ സമർപ്പിക്കപ്പെട്ട അനുഭവത്തിൽ ആണ് ഇവരെ മുൻപോട്ട് പോകുന്നത് എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നവരും പഠിക്കുകയാണ്. ഞാനൊരു ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ ചെറിയൊരു ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചതിന് ശേഷമായിട്ട് ഒരു നന്ദി ഇങ്ങനെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു, നന്ദിയൊക്കെ പറഞ്ഞു, എനിക്ക് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, അതെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തക്കവണ്ണം പഠിക്കാൻ ഒരു അവസരം ദൈവം തമ്പുരാൻ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ ആ വാചകം പറയാം. ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാനുള്ള അവസരം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനം എത്ര പഠിച്ചാലും അവസാനിക്കത്തില്ല. അത് ആഴമുള്ളതാണ്. അത് വളരെ ആഴമുള്ളതാണ്. വളരെ ആഴമാണ്. ആ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാവരും ഞങ്ങളെല്ലാവരും അഗപ്പേ ബൈബിൾ കോളേജിന്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നേറാൻ തക്കവണ്ണയായി തീരട്ടെന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വളരെ സന്തോഷം. പാസ്റ്റർ PG മാത്യൂസിനെ ഇത്ര ഉത്സാഹത്തോടെ ഈ പ്രായത്തിലും കർത്താവ് നിലനിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലക്കാർക്ക് വളരെ മാതൃകയാക്കാവുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ PG മാത്യൂസ് എന്ന് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ മന്നമരുതി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോയപ്പോൾ അദ്ദേഹം ഈ ട്രാക്ട് ഒക്കെ ഇട്ട് എന്റെ പരസ്യവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. ഈ പ്രായത്തിലും കർത്താവ് തന്നെ ഇത്ര ശക്തമായി തെരുവുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാൻ. ചർച്ചക്കോടിന്റെ ഒരു അസിസ്റ്റന്റ് ഓവർസിയർ ആയിട്ടൊക്കെ റിട്ടയർഡ് ആയ ദൈവദാസനാണ്. എങ്കിലും ഇപ്പോഴും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ദൈവം തനിക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുത്ത് മാനിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ
പ്രാർത്ഥിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെമിസ്റ്ററിലൊക്കെ പഠിച്ച ഒത്തിരി പേർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നതിൽ ഞങ്ങൾ വളരെ ക്ഷമ ചോദിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് നമ്മളത് എത്തിക്കുന്നതാണ്. ഞങ്ങൾ 3-4 പേരുടെ സൈൻ വേണ്ടതുകൊണ്ടാണ്, നമ്മൾ ചുമ്മാ തന്നെ സർട്ടിഫിക്കറ്റ് തരികയില്ല. നിങ്ങളുടെ എല്ലാ ഒഫീഷ്യൽസിന്റെയും സൈൻ ഒക്കെ വേണ്ടതുകൊണ്ടാണ് അല്പമായ കാലതാമസം വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടവർക്കെല്ലാം ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് എത്തിച്ചു തരുന്നതാണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാൻ താല്പര്യമുണ്ടെന്നറിയാം. എന്നാൽ പിന്നീടുള്ള ചാപ്പൽ സർവീസിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ തിരക്കുള്ള ഒരു ദൈവദാസനാണ്. താനാണ് എന്നെ ഈ ബൈബിൾ കോളേജ് തുടങ്ങുവാൻ ആദ്യ കാലഘട്ടത്തിൽ പ്രേരിപ്പിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തതും കർത്താവിന്റെ ദാസനാണ്. ഇന്നും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ മുടങ്ങാതെ പഠിപ്പിച്ച ഏക വ്യക്തിയും ഷാജൻ പാറക്കടവിലാണ്. പല വിഷയങ്ങൾ മാറി മാറി പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിലും താൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ എറണാകുളത്ത് ഏതോ വർക്കിലായിരുന്നു, അവിടുന്ന് ഓടി വന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് താൻ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യങ്ങളും സബ്ജക്ട്സും അതിന്റെ ഇൻസ്ട്രക്ടേഴ്സിന്റെ കാര്യം എല്ലാം അറിയിക്കുകയും അതോടൊപ്പം ചില വാക്കുകൾ ആശംസയായി അറിയിക്കുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ലാലിച്ചാൻ, ഈ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ്, ഉദ്ഘാടകനായി ഈ ബൈബിൾ സ്കൂളിന്റെ പ്രസിഡന്റും ഒപ്പം തന്നെ അഗാപ്പെ ചർച്ചുകളുടെ മിനിസ്ട്രീസിന്റെ ഇന്റർനാഷണൽ ഓവർസിയറായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയൽ, അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സായി പ്രവർത്തിക്കുന്ന പ്രിയ സാക് സാറ്, ആൻഡ്രൂ സാറ്, പി ജി മാത്യു സാറ്, മാത്യു പി തോമസ് സാറ് തുടങ്ങിയ വ്യക്തികളും വിദ്യാർത്ഥികളായി ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 4-5 വർഷമായി തുടർമാനമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉള്ള വചനം പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു 17 വയസ്സ് മുതൽ അല്ലെങ്കിൽ 16 വയസ്സ് മുതൽ 80-85 വയസ്സ് വരെയുള്ള ആളുകളുമായി സന്ധിക്കുവാനുള്ള ഭാഗ്യം ഗിൽഗാൽ ബൈബിൾ സ്കൂളായി തുടങ്ങി, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടായി തുടങ്ങി, പിന്നീട് കഴിഞ്ഞ ഒരു വർഷമായി അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജായി നമുക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അഭിമാനവും വളരെ സന്തോഷവും ഉണ്ട്. 100 കണക്കിന് ആളുകളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച ഈ ഡിവൈസിലൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് 1 മണിക്കൂർ കർത്താവിന്റെ വചനം പഠിക്കുകയും പഠനാനന്തരം പിന്നെ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പഠനത്തിന്റെ ഏക ലക്ഷ്യവും ഉദ്ദേശവും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. എല്ലാ വ്യക്തികളും പ്രാദേശിക സഭയുമായി ബന്ധത്തിലും വ്യക്തിപരമായിട്ടും സുവിശേഷം പങ്കുവെക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. വിശാലമായിരിക്കുന്ന ഒരു വചന പഠന രീതിയോ ഒന്നുമല്ല നമ്മൾ അവലംബിക്കുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് ഏവർക്കും പെട്ടെന്ന് പഠിക്കത്തക്ക നിലയിലുള്ള ഒരു കാര്യം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സംബന്ധിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, വ്യക്തിപരമായിട്ടും പ്രാദേശിക സഭയുമായിട്ടും ഉള്ള ബന്ധത്തിൽ സുവിശേഷം പങ്കുവെക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ അത് ഏറ്റവും ക്രമീകൃതമായ നിലയിൽ നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ കഴിയുക, ചില വ്യക്തികൾക്ക് കഴിയുക, അതിന് നിങ്ങൾക്കൊരു പരിശീലനം നൽകുക. അതാണ് ഈ ഓൺലൈൻ ബൈബിൾ സ്കൂളിലൂടെയൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ പഠനം പൂർത്തീകരിച്ച ആളുകൾ ശക്തമായ കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം. മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഒരു സെമസ്റ്റർ പഠിച്ച ആളുകൾ വീണ്ടും തുടർ പഠനമായി വീണ്ടും പങ്കെടുക്കുന്നതിന് സന്തോഷം. നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ആളുകളാണ്. പ്രായം പരിഗണിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ടെലിഫോണുകളിലും ലഭിക്കുന്ന നാൽക്കവലകളിലും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും സുവിശേഷം പങ്കുവെക്കുന്ന വളരെ പക്വതയുള്ള, ആർജവമുള്ള, വളരെ വചന പരിജ്ഞാനമുള്ള, ഒരുപാട് ശുശ്രൂഷ വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളെയാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് വചനം പഠിക്കാൻ ലഭിച്ചിരിക്കുന്നത്.
CV ആൻഡ്രൂ സാറും PG മാത്യു സാറിന്റെ ഒക്കെ സാർ തുടങ്ങിയ ആളുകളൊക്കെ, ഞാനും മാത്യു തോമസ് സാറ് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഇതിൽ വലിയ നീണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ. ഇവർ 3 പേരും എത്രയോ വർഷങ്ങളായി. അപ്പം അവരുടെ കീഴിൽ പഠിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചതിൽ സന്തോഷം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് സുവിശേഷത്തിന്റെ ഒരു വലിയ വിപ്ലവം തന്നെ, ഒരു വിപ്ലവകാരിയെ വാർത്തെടുക്കത്ത നിലയിൽ നിങ്ങളെ ഒരുക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിൽ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. ഇന്ന് അവർ 2 ആശംസാ വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ ഊർജ്ജം നിങ്ങൾ കണ്ടില്ലേ? സന്തോഷമുള്ളൊരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കേരളത്തിന്റെ തെരുവുകളിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ ഫ്ലക്സ് ബോർഡ്, യേശു വേഗം വരുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന ബോർഡും തൂക്കി നിൽക്കുന്ന ഒരു വയോവൃദ്ധനെ കാണാം. അത് മറ്റാരുമല്ല, നമ്മുടെ PG മാത്യു സാറാണ്. തെരുവിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ തെരുവിൽ ഈ ഫ്ലക്സ് കഴുത്തലിങ്ങനെ ഇട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനും കഴിയും. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഈ പ്രാവശ്യം നിങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും മിസ്സാകരുത്. ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും അഗാപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിലേക്ക്, ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച മുതൽ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ആളുകൾക്കറിയാം ഇതിന്റെ രീതികൾ. എന്നാൽ പുതിയ ആളുകൾക്ക് വേണ്ടി ആമുഖമായി നമ്മൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. എല്ലാ ആളുകളും കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കണം, അറ്റൻഡൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ചിലപ്പോൾ അസൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളായിട്ടോ ഒക്കെ അധ്യാപകരുടെ അവരുടെ യുക്തി അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അറ്റൻഡൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഗ്രാജുവേഷനിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ ആരും പിണങ്ങരുത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ക്ലാസ്സിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ലാസ്സിൽ പങ്കെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ മൊബൈലൊക്കെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതണം. അതുപോലെ തന്നെ പല ഡിവൈസിലും മൊബൈലിലെ പേരുകളാണ്, നിങ്ങളുടെ ഒറിജിനൽ പേര് എഴുതണം. ഒന്നത്. രണ്ടാമത്, ഇനിയും പേര് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. വീഡിയോ എല്ലാവരും തുറന്ന് നിങ്ങൾ ഒരു ലൈറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം. നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കണ്ട്. പിന്നെ നമ്മൾ പല ആളുകളെയും ഗ്രാജുവേഷന് വരുമ്പോഴേ നമ്മൾ പലരെയും കാണുന്നത്. എല്ലാവരും വന്ന് വിളിക്കുമ്പോൾ നമ്മൾ വന്ന് അന്തിച്ചു പോവാ, നിങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അതുകൊണ്ട് എല്ലാവരും ഈ നമുക്ക് ഈ ഓൺലൈൻ പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഓഫ് ചെയ്താലും വിഷയമൊന്നുമില്ല. കാരണം നമ്മളിത് സ്ഥിരമായി, നമുക്കിത് യൂസ്ഡാ, നമ്മളിത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളിത് കൃത്യമായി ഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു ഉപാധി, അത് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് വീഡിയോ ഒക്കെ ഓണാക്കി നോട്ടൊക്കെ എഴുതിയെടുത്ത് ചെയ്യാന്നുള്ളതാണ്. പ്രിന്റഡ് നോട്ട് തരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫുട് നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിന്നെ നമ്മളെ വീട്ടിലുള്ളവരോട് പറയണം, ഞാൻ ഇന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞു. എന്നാ അമ്മച്ചിയൊക്കെ പറയണം, ഓമന പറയുന്ന അമ്മച്ചിയൊക്കെ പറയണം, ഞാൻ ബൈബിൾ സ്കൂളിലോ അഗാപ്പെ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് മക്കളെല്ലാവരും 9 തൊട്ട് 10 മണി വരെ വെള്ളം ഉണ്ടാക്കരുത്. ചോറും ഒക്കെ കൊടുത്ത് കഴിച്ച് എല്ലാവരും കൃത്യമായിട്ട് മാറി അമ്മച്ചിയും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരിക്കണം. കാരണം ചോറൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നല്ലപോലെ വൃത്തിയായിട്ട് ഒരുങ്ങി നമ്മളൊരു ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഇരിക്കണം. ഈ സഹോദരിമാർ തല തുണിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും നമുക്ക് നിർബന്ധമല്ല. എങ്കിലും നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആയിക്കോട്ടെ. ഇപ്പം ക്ലാസ്സിലിരിക്കുന്ന കാര്യം ഈ പ്രാർത്ഥിക്കുമ്പോൾ എങ്കിലും അത് ചെയ്യാൻ ഓൺലൈൻ ആണെങ്കിൽ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ക്ലാസ്സിൽ ഒരു വൃത്തിയായിട്ട് നല്ല ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കണം. ബൈബിൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിന്നെ ഇതിന്റെ പിന്നീട് നമുക്ക് ശനിയാഴ്ച നമുക്ക് ചാപ്പൽ സർവീസ് ആണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയുന്നതായിരിക്കും. നിങ്ങൾ ഇനി ആർക്കെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. നമ്മുടെ സഭയില് പറയണതേ മോളെ, ഞാൻ ഇന്ന് മുതൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്, ഇന്ന് എന്നെ ആളുകളൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞാൻ ലിങ്ക് തരാം, നീ മോനും കൂടെ എന്ത് ചെയ്യുക, ഇതോട് കയറണം, നമ്മൾ വചനം പഠിക്കണം എന്നൊക്കെ പറയണം കേട്ടോ. നീ സൗകര്യമാരെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കും, എവിടുന്ന് അമ്മച്ചി ഇത്രയും നല്ല ഉഗ്രനായിട്ട് പ്രസംഗിക്കുന്നത്, ഈ പോയിന്റ് ഒക്കെ എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ പറയണം, CB സാറും അതുപോലെ PG മാത്യു സാറൊക്കെ പഠിപ്പിച്ച പോയിന്റാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. ക്രിസ്റ്റോളജിയും അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കാര്യങ്ങൾ പ്രസംഗിക്കുമ്പം അവരൊക്കെ അന്തിക്കും.
മനസ്സിലായോ? അതുകൊണ്ട് അവരോട് പറയണം, ഒന്നാം തരം ക്ലാസ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ആർക്കൊക്കെ വചനം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രായമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. ഇനി ഈ രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ഇനി ഏതെങ്കിലും നാമധായി ക്രൈസ്തവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വചനം പഠിക്കണം, ബൈബിൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ ഒന്ന്, ഇത് ഏറ്റവും നല്ലൊരു സുവിശേഷ ഉപാധി കൂടിയാണ്. നിങ്ങൾ ഒരു ട്രാക്ട് കൊടുക്കുന്ന പോലെയാണ് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ തിങ്കളാഴ്ച മുതൽ 9 തൊട്ട് 10 മണി വരെയായിട്ട് ക്ലാസ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പം മഴ സീസൺ ആണെങ്കിൽ പോലും നമുക്ക് നിങ്ങൾ അന്ന് നെറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ ഓണാക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും കാര്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തിങ്കളാഴ്ച ഈ അന്ത്യകാല ദൈവശാസ്ത്ര ചിന്തകൾ അഥവാ അന്ത്യകാല സംഭവങ്ങൾ, അതായിരിക്കും സാഗ് സാർ ക്ലാസ് എടുക്കുക. സാഗ് സാറിനെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടല്ലോ. പുതിയ ആളുകൾ സാറ് ക്ലാസ് എടുക്കുന്നത് അന്ത്യകാല സംഭവങ്ങൾ, എൻഡ് ടൈം ഇവന്റ് എന്നുള്ളത് വിഷയമായിരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആളുകൾ പറയും. കാരണം അമേരിക്കയിലുള്ള ആളുകൾ അവരെപ്പോഴും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളാരും പേടിക്കേണ്ട, അവർ മലയാളത്തിൽ തന്നെ ക്ലാസ് എടുത്തോളും. ഇവരെല്ലാം ഇത് കാര്യങ്ങൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എല്ലാവരും ഇത് പങ്കെടുക്കണം. തിങ്കളാഴ്ച സാക്സാറ് എൻഡ് ടൈം ഈവന്റ്സ് അഥവാ അന്ത്യകാല സംഭവങ്ങളും വേദപുസ്തക തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാന കാലത്ത് എന്താണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും, അതാണ് പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ഞാൻ ബുക്ക് ഓഫ് കോമൺസ്, കാരണം പൊളൈൻ എപ്പിസ്റ്റൽസ് ഇവിടെ നമ്മൾ പണ്ട് പഠിപ്പിച്ചതായതുകൊണ്ട് ഇത് പിന്നീട് നമ്മൾ പഠിക്കാം. അത് പഠിച്ച പലരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബുക്ക് ഓഫ് കോമൺസ് ആയിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ബുധനാഴ്ച പോയിറ്റിക്കൽ ബുക്സ് അഥവാ കാവ്യപുസ്തകങ്ങൾ. കാവ്യപുസ്തകങ്ങൾ നമുക്ക് അതായിരിക്കും മാത്യു പി തോമസ് സാറ് പഠിപ്പിക്കുന്നത്. വ്യാഴാഴ്ച ബുക്ക് ഓഫ് റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിന്റെ പുസ്തകം ആയിരിക്കും നിങ്ങളെ ആൻഡ്രൂ സാറ് CB ആൻഡ്രൂ സാറ് പഠിപ്പിക്കുന്നത്. അപ്പം അതിന്റെ ഒരു പ്രാരംഭം നമ്മൾ തുടങ്ങി വെച്ചിരുന്നു കഴിഞ്ഞ സെമസ്റ്റർ. വിശാലമായിട്ട് തന്നെ അധ്യായങ്ങൾ, ഓരോ അധ്യായങ്ങൾ വൈസാണ്. അതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സാറിന്റെ യുക്തി അനുസരിച്ച് സാറിന്റെ ആ ബുക്ക് എങ്ങനെയാണോ വിഷയം ക്രമീകരിച്ചിരിക്കുന്നത് അതനുസരിച്ച് വെളിപ്പാട് പുസ്തകം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. വെള്ളിയാഴ്ച നമുക്ക് ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം, തിയോളജിയിൽ ഒരു 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 വകഭേദം അല്ലെങ്കിൽ ഒരു ഭാഗം ക്രിസ്റ്റോളജി കർത്താവദാസൻ PG മാസ്റ്റർ സാറ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ശനിയാഴ്ച ചാപ്പൽ സർവീസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പിന്നീട് നമുക്ക് ഒന്നുകൂടി ടൈം ടേബിൾ നമ്മൾ തരുന്നതായിരിക്കും. ഗ്രൂപ്പ് ഷെയർ ചെയ്യും. ഈ കാര്യങ്ങൾ ഓർക്കുക. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് തന്നെ നമുക്ക് 70 പേരുണ്ട്. നിങ്ങൾ പരിചയപ്പെടുത്തുക മറ്റുള്ളവരെ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയായി ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഭിമാനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ പങ്കെടുക്കണം. ഒരു സാധാരണ നമുക്കറിയാമല്ലോ, ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമുക്കറിയാം. ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് കറിക്കരിയുന്ന കൂടെ തന്നെ എന്ത് ചെയ്യുക, വചനം പഠിച്ചേക്കാന്ന് വെക്കരുത് ആരും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ചപ്പാത്തി കഴിക്കുന്ന കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് പഠിക്കാന്ന് വെക്കരുത്. പിന്നെ നമ്മള് ഷുഗറിന്റെ ഗുളിക കഴിക്കുന്ന കൂടെ തന്നെ എന്ത് ചെയ്യുക, കഞ്ഞി കുടിക്കുന്ന കൂടെ തന്നെ ബൈബിൾ പഠിക്കാൻ വെക്കരുത്. 9 തൊട്ട് 10 വരെ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ആ സീരിയസ്നെസ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കണം. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന ക്ലാസ്സുകൾ അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങൾ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ചാപ്പൽ സർവീസിൽ ഈ മുൻ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഈ ക്ലാസ് പോയതെന്നും കഴിഞ്ഞൊരു വർഷം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കുവാനും കോട്ടയത്ത് അഥവാ പത്തനംതിട്ട കോട്ടയത്ത് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഗ്രാജുവേഷൻ നടക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രായത്തിലും വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തെ, താല്പര്യത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. പഠിച്ച ആളുകൾ വീണ്ടും പഠിക്കുക. ഇപ്പോൾ നമ്മൾ 2 രീതിയിലാണ് കോഴ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഒരു വർഷം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഗ്രാജുവേഷൻ ഉണ്ടാകും. ആ ഗ്രാജുവേഷൻ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് CT സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇനി CT സർട്ടിഫിക്കറ്റ് 1 വർഷം പഠിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും 2 വർഷം കൂടി പഠിക്കുമ്പോൾ 3 വർഷം ആണ് BTH, ബാച്ചലർ ഓഫ് തിയോളജി. ആ സർട്ടിഫിക്കറ്റ് അതിന് അർഹരായ ആളുകൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ 3 വർഷവും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്കായിരിക്കും ആ സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. പിന്നെ നമ്മൾ മറ്റു വിശാലമായിട്ടുള്ള ഇതിന് ഭീമമായ ഫീസും കാര്യങ്ങളൊന്നും നമ്മൾ നിങ്ങളിൽ നിന്നും നമ്മൾ ഈടാക്കുന്നില്ല. തികച്ചും സൗജന്യമായിരിക്കും. എന്നാൽ ഗ്രാജുവേഷൻ സമയത്ത് ഒരു ചെറിയ അതിന്റെ ഗ്രാജുവേഷൻ ഫീസ് ആയിട്ട് മാത്രം നമ്മൾ ചെറിയൊരു
ഒരു രജിസ്ട്രേഷൻ ഫീസ് ഗ്രാജുവേഷന് വേണ്ടി മാത്രം നമ്മൾ വെക്കുന്നുണ്ട്. അത് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എല്ലാ മാസവും ഫീസ് കൊടുത്ത് പഠിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രമാണ്. എന്നാൽ ആർക്കെങ്കിലും ഈ ശുശ്രൂഷ സഹായിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുമായി ബന്ധത്തിൽ നിങ്ങളുടെ ദശാംശമോ നിങ്ങളുടെ സ്വത്രയാഴ്ചയോ നിങ്ങളുടെ ഒരു മനഃപൂർവ്വ ദാനമോ ഒക്കെ ഈ ശുശ്രൂഷയിൽ നൽകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. കാരണം മുൻകാലങ്ങളിൽ 4-5 വർഷം മുമ്പ് നമ്മൾ ആരംഭിക്കുമ്പോൾ, കോവിഡ് കാലത്ത് ആരംഭിക്കുമ്പോൾ, ഇതിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-50 പേർക്കെങ്കിലും നമ്മൾ ചികിത്സാ സഹായങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്നൊരു ചാരിറ്റിങ്ങിന് ഇതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോയിരുന്നു. എന്നാൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, വചനം മാത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം നല്ല ചെലവുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ഹാപ്പിയാണോ? ഈ കഴിഞ്ഞ വർഷം പഠിച്ച ആളുകള് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും ഒന്ന് കൈ ഒഴുത്ത് എന്ന് പറഞ്ഞ എല്ലാവരും നല്ല അധ്യാപകരെയൊക്കെ കിട്ടിയതുകൊണ്ട് അവരോട് പറഞ്ഞ നിങ്ങളുടെ ആ സന്തോഷം ഒന്ന് വെളിപ്പെടുത്തിക്കുക. എല്ലാവരും കൈ വീശി ഒന്ന് വീശി കാണിച്ച് എല്ലാവരും ഒന്ന് ഓക്കെ പരിചയപ്പെടാം. നിങ്ങളെ സഹായിക്കട്ടെ. ഓവർ ടു അവരെ ലാലിച്ച്. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ പ്രിയ പാസ്റ്റർ ഷാജൻ പാറക്കടവിനോട് പ്രത്യേക നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താനും അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇത് തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ചേർക്കുക. മറ്റുള്ളവരും ദൈവവചനം പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ടതുപോലെ വളരെ നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയും അങ്ങോട്ട് പ്ലാൻ ചെയ്ത് നടത്താൻ പറ്റിയില്ല. പ്രത്യേകിച്ച് എൻ്റെ യാത്രയൊക്കെ ഇച്ചിരി അനിശ്ചിതാവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, വളരെ യുദ്ധം അതിന്റെ കൊടുമ്പേരി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം നടന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കടന്നു വരുവാനും അതിൽ പങ്കെടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. നിങ്ങളെ ഒത്തിരി പേരെ കാണുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദിയുണ്ട്. കർത്താവ് സഹായിച്ചാൽ ഈ വർഷവും ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി നടക്കും. നിങ്ങൾ മറ്റുള്ളവരെ ദയവായിട്ട് ഇതിൽ ചേർക്കണം. ഇതിന്റെ എന്ന് ഓർപ്പിക്കുന്നു. ഈ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. എനിക്കറിയാം നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ഒത്തിരി അഭിപ്രായങ്ങൾ സംശയമുള്ളവരുണ്ട്. എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ വാട്സപ്പിലൊന്നും ആൻസർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇത് BTH ഉണ്ടോ മറ്റേതോ അങ്ങനെയൊക്കെ പല സംശയങ്ങളാണ്. അതുകൊണ്ട് ആർക്കും ഇന്ന് ഒരു സംശയ നിവാരണത്തിന് സമയം എടുക്കുന്നില്ല. എനിക്കറിയാം അതുപോലെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായിട്ടുണ്ട്, മെയിൽ അയച്ചിട്ട് കിട്ടാത്തവരുണ്ട്. എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പാസ്റ്റർ മോഹൻ പുന്നൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ പ്രാർത്ഥിച്ചാട്ട്, അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഈ അഗേപ്പ ബൈബിൾ കോളേജിന്റെ ഉദ്ഘാടന ദിവസം ഞങ്ങൾക്ക് സംബന്ധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇത് നേതൃത്വം കൊടുക്കുന്ന ലാലുച്ചാനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ടീച്ചേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവെ പഠിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് പ്രാർത്ഥിച്ചാരംഭിച്ചതായിരിക്കുന്ന ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനം ഇതിന്റെ അവസാനം വരെയും പരിശുദ്ധ ആത്മാവിൽ തന്നെ നിയന്ത്രിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ടീച്ചേഴ്സിനെയും ഒരിക്കൽ കൂടെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അഗാപ്പ ബൈബിൾ കോളേജിന്റെ കർത്താവെ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, വൈസ് പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് നൽകി കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കി അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴമേറിയ വചനങ്ങൾ വിളമ്പുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ അവിടുന്ന് പകരുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മാനവും അകത്തും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് താഴ്മയോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ദയവോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ. ആമേൻ. എല്ലാവർക്കും നന്ദി. ഇപ്പോൾ പാസ്റ്റർ CV ആൻഡ്രൂസ് ആശീർവാദം പറഞ്ഞാട്ട്. പാസ്റ്റർ CV ആൻഡ്രൂസ് ആശീർവാദം പറഞ്ഞാട്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിയവരാകും നമ്മോടും ഇതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും
അവയെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരോടും പാസ്റ്റേഴ്സിനോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാർ വളരെ തിരക്കുണ്ടായിട്ടും പാസ്റ്റർ സി ബി ആൻഡ്രൂസ്, ഇ ജി മാത്യു, ഷാജൻ പാറക്കടവിൽ എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ കൊയറിന് നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഒന്നുകൂടി ഉത്സാഹിപ്പിക്കുക. തിങ്കളാഴ്ച മുതൽ ആരും മിസ് ചെയ്യാതെ ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.